നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സമാധാന ചർച്ചകൾക്കായി അമേരിക്കൻ സംഘം ജനീവയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. അമേരിക്കൻ സംഘത്തെ നയിക്കുന്നത് വൈസ് പ്രസിഡന്റ് JD വാൻസ്. ഇറാൻ പ്രതിനിധി സംഘം ഇതിനോടകം തന്നെ ജനീവയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. സമാധാന ചർച്ചകൾ ഉടമ്പടി ഒപ്പിട്ടതിന് പിന്നാലെയാണ് നടക്കുന്നത്. ആക്രമണം നിർത്തിവെക്കാൻ ഇറാനും അമേരിക്കയും തമ്മിൽ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് കരാർ ഒപ്പിട്ടത്. അതിന് പിന്നാലെയാണ് ചർച്ചകൾ നടക്കേണ്ടത്. ആ കരാർ ഒപ്പിട്ടതിന് തൊട്ടു പിന്നാലെ അമേരിക്ക ഇറാൻ തുറമുഖങ്ങൾക്ക് നേരെ നടത്തിയിരുന്ന ഉപരോധം പിൻവലിച്ചു. ഇറാൻ ഹോർമൂസ് കടലിടുക്ക് തുറക്കുകയും ചെയ്തു. തൊട്ടു പിന്നാലെയാണ് ചർച്ചകൾ നടക്കുന്നത്. ആ ചർച്ചകൾക്കായിട്ടാണ് അമേരിക്കൻ സംഘം വൈസ് പ്രസിഡന്റ് JD വാൻസിൻ്റെ നേതൃത്വത്തിൽ ജനീവയിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ വൈസ് പ്രസിഡന്റ് JD വാൻസ് യൂറോപ്യൻ പ്രതിനിധികളുമായിട്ടായിരിക്കും ചർച്ച നടത്തുക. യൂറോപ്യൻ രാഷ്ട്രത്തലവന്മാരുമായി JD വാൻസ് ചർച്ച നടത്തും. അതിനുശേഷം ഇറാനും അമേരിക്കയും തമ്മിലുള്ള ചർച്ചകൾക്ക് മധ്യസ്ഥത വഹിക്കുന്ന രാജ്യങ്ങളുമായും ചർച്ച നടത്തും. അതിനുശേഷമായിരിക്കും നേരിട്ട് ഇറാൻ പ്രതിനിധി സംഘവുമായി JD വാൻസ് ചർച്ചകൾ നടത്തുക. ഈ ചർച്ചകൾ വിജയിക്കുമോ? പശ്ചിമേഷ്യ സമ്പൂർണമായ സമാധാനത്തിലേക്ക് പോകുമോ? സംശയമുണ്ട് എന്നാണ് പല വിദേശകാര്യ വിദഗ്ധരും വിലയിരുത്തുന്നത്. കാരണം അമേരിക്കയ്ക്ക് തന്നെ ഈ ചർച്ച വിജയിക്കുമെന്ന് യാതൊരു ആത്മവിശ്വാസവുമില്ല. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാണ് ഇന്നത്തെ അമേരിക്കൻ പ്രസിഡന്റിൻ്റെ പ്രസ്താവന. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്, ഈ ചർച്ചകൾ ഫലം കണ്ടില്ലെങ്കിൽ ഞങ്ങൾ ഇനി ഹോർമൂസിൽ മറ്റൊരു പരിപാടി കാണിക്കുമെന്നാണ്. അതായത് ഇറാനെ ഹോർമൂസ് കടലിടുക്ക് അടയ്ക്കാൻ അനുവദിക്കില്ല. പകരം അമേരിക്കൻ സൈന്യം ഹോർമൂസ് കടലിടുക്കിൽ നിലയുറപ്പിക്കും. അതുവഴി കടന്നു പോകുന്ന കപ്പലുകളിൽ നിന്ന് ഞങ്ങൾ പണം പിരിക്കും, അതായത് ടോൾ ചുമത്തും എന്നാണ് അമേരിക്ക പറഞ്ഞിരിക്കുന്നത്. അതായത് ഈ ഹോർമൂസ് കടലിടുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കടൽപാതയാണ്. ലോകമെമ്പാടുമുള്ള എണ്ണ നീക്കത്തിൻ്റെ 1/5 നടക്കുന്നത് ഈ ഹോർമൂസ് കടലിടുക്കിലൂടെയാണ്. കഴിഞ്ഞ കുറേ പതിറ്റാണ്ടുകളായി ഹോർമൂസ് കടലിടുക്കിനെ ഒന്നും പറ്റാതെ സംരക്ഷിക്കുന്നത് അമേരിക്കൻ നേവിയാണത്രേ. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പ്രയോജനം ലഭിച്ചവർ ഇനി പേയ്മെൻറ്റ് നടത്തട്ടെ എന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും അമേരിക്ക ഹോർമൂസിൽ നാണം കെട്ട പരിപാടിക്ക് ഇറങ്ങുകയാണ് എന്ന് പ്രസിഡന്റിൻ്റെ ഈ വാക്കുകളിൽ നിന്ന് വ്യക്തമാവുകയാണ്. ഇറാൻ നേരത്തെ ഇത്തരത്തിലുള്ള ചില പണപ്പിരിവുകളൊക്കെ നടത്തിയിരുന്നു. യുദ്ധത്തിൽ ആകെ നിലം പരിശായ ഇറാന് പിടിച്ചു നിൽക്കാൻ ഇത്തരത്തിലുള്ള പണപ്പിരിവുകൾ ആവശ്യമാണ്. എന്നാൽ അമേരിക്ക ഇറാന്റെ നിലവാരത്തിലേക്ക് താഴുകയാണ് എന്നതിൻ്റെ സൂചനയാണ് അമേരിക്കൻ പ്രസിഡന്റിൻ്റെ ഈ പ്രസ്താവന. ചർച്ചകൾ തുടങ്ങുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് നടത്തിയ ആ പ്രസ്താവന കൊണ്ട് എന്തു പ്രയോജനമാണ് എന്നതാണ് എല്ലാവരും ചോദിക്കുന്നത്. മാത്രമല്ല, സമാധാന ചർച്ചകളെ അട്ടിമറിക്കാൻ കഴിയുന്ന തരത്തിലുള്ള നിലപാടുകളാണ് അമേരിക്കൻ പ്രസിഡന്റ് എടുത്തുകൊണ്ടിരിക്കുന്നതും. എന്തായാലും ഇറാനും അമേരിക്കയും തമ്മിലുള്ള ചർച്ച വിജയിക്കാൻ സാധ്യത വളരെ കുറവാണ്. കാരണം ഒരു കാരണവശാലും ആണവായുധം നിർമ്മിക്കാൻ ഇറാനെ അനുവദിക്കില്ല എന്ന് ആവർത്തിച്ച് പറയുകയാണ് ഡൊണാൾഡ് ട്രംപ്. അതായത് ഇറാൻ ഭീകരവാദികളെ പോലെ പെരുമാറുന്ന ഒരു ഭരണകൂടമാണ് അവിടെയുള്ളത്. അതുകൊണ്ട് തന്നെ അവരുടെ പക്കൽ ആണവായുധം ലഭിച്ചാൽ അവർ ഈ ആണവായുധം ദുരുപയോഗം ചെയ്യും. ലോക സമാധാനത്തെ അത് ബാധിക്കും. പല രാജ്യങ്ങളെയും തൂത്തെറിയാൻ ഈ ആണവായുധം ഉപയോഗിച്ച് ഇറാന് സാധിക്കും. പ്രത്യേകിച്ചും അമേരിക്കയും ഇസ്രായേലും സംയുക്തമായി നടത്തിയ ആക്രമണത്തിൽ ഇറാന്റെ പരമോന്നത നേതാവ് കൊല്ലപ്പെട്ടിരുന്നു. ഇറാന് ഇതൊരു വല്ലാത്ത പകയായി മനസ്സിൽ കിടക്കുമെന്നുറപ്പാണ്. ആണവായുധം എന്നാണോ ഇറാന്റെ കയ്യിലെത്തുന്നത് അന്ന് അവർ കണ്ണുമടച്ച് ഇതെടുത്തു പ്രയോഗിക്കും എന്ന് അമേരിക്കയ്ക്ക് നല്ല ഭയമുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും ആണവായുധം നിർമ്മിക്കാൻ അനുവദിക്കില്ല ഇറാനെ എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. അതിനു വേണ്ടിയിട്ടാണ് ഇറാനെ പിടിച്ച് ചർച്ചയ്ക്ക് ഇരുത്തിയിരിക്കുന്നത്. പക്ഷേ ആണവായുധത്തിൻ്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ച തയ്യാറല്ല എന്ന നിലപാടിൽ തന്നെയാണ് ഇപ്പോഴും ഇറാൻ. ഇത്രയധികം ആക്രമണങ്ങൾ നടത്തി, ഇത്രയും നാൾ ഉപരോധിച്ചു, എന്നിട്ടും ഇറാൻ ആ നിലപാട് മാറ്റിയിട്ടില്ല. ഇറാൻ ഭരണകൂടത്തിലെ ഒരു ചെറിയൊരു വിഭാഗത്തിന് മാത്രമാണ് വിട്ടുവീഴ്ച ചെയ്യണം എന്ന അഭിപ്രായമുള്ളത്. ഇറാൻ ഭരണകൂടത്തിലെ പരമോന്നത നേതാവ് അടക്കമുള്ള, അതോടൊപ്പം തന്നെ IRGC അടക്കമുള്ള ആളുകൾക്ക് ഈ പറയുന്ന കരാറുമായി മുന്നോട്ട് പോകാൻ യാതൊരു താല്പര്യവുമില്ല. ഇറാൻ അവരുടെ പരമാധികാരത്തിൻ്റെ ഏറ്റവും വലിയ അടയാളമായിട്ടാണ് അവരുടെ കയ്യിലുള്ള യുറേനിയം നിക്ഷേപത്തെ കാണുന്നത്. ഏതാണ്ട് 450 കിലോഗ്രാമോളം യുറേനിയം അവരുടെ പക്കലുണ്ട്. അതവർ സമ്പുഷ്ടീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. 60% സമ്പുഷ്ടീകരണം പൂർത്തിയായിരിക്കുന്നു. ഇത് 90% സമ്പുഷ്ടീകരണത്തിലെത്തിയാൽ ആണവായുധം നിർമ്മിക്കാൻ ഇറാന് സാധിക്കും. ഇത് ഒരിക്കലും സാധ്യമല്ല, അത് അനുവദിക്കില്ല. ഇനി അങ്ങോട്ട് സമ്പുഷ്ടീകരിക്കാൻ കഴിയാത്ത വിധം ഡൗൺഗ്രേഡ് ചെയ്ത് അത് ഇറാനിൽ തന്നെ സൂക്ഷിക്കണമെന്നും അത് അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയുടെ പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്നും
എന്നുമൊക്കെയാണ് അമേരിക്ക ആവശ്യപ്പെടുന്നത്. ഇതൊന്നുമല്ലാത്ത പക്ഷം ഈ പറയുന്ന സമ്പുഷ്ടീകരിക്കപ്പെട്ട യുറേനിയം മറ്റേതെങ്കിലും രാജ്യത്തിലേക്ക് മാറ്റണം, അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് കൈമാറണം. അമേരിക്ക അത് കിട്ടിയയുടൻ നശിപ്പിച്ചു കളയും. ഇതാണ് അമേരിക്ക പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇറാൻ ഈ പറയുന്ന യുറേനിയത്തെ അവരുടെ പരമാധികാരത്തിൻ്റെ അടയാളമായിട്ടാണ് കാണുന്നത്. മാത്രമല്ല രാജ്യത്തിൻ്റെ പരമാധികാരത്തിൻ്റെ ഒരു ചിഹ്നമായും കാണുന്നുണ്ട്. അതുകൊണ്ട് ഒരു കാരണവശാലും രാജ്യം ഇത്രയും വർഷങ്ങൾ കൊണ്ട് ആർജിച്ചെടുത്ത ആ സമ്പത്ത് രാജ്യത്തിന് പുറത്തേക്ക് കളയില്ല എന്ന ഒരു ഉറച്ച നിലപാട് ഇപ്പോഴും ഇറാൻ ഭരണാധികാരികൾക്കുണ്ട്. ഇതിനെ എങ്ങനെയാണ് ചർച്ചയിലൂടെ അമേരിക്ക മറികടക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തെ വിഷയം എന്നത് ഹോർമൂസ് കടലിടുക്കാണ്. ഹോർമൂസ് കടലിടുക്ക് ഇറാൻ തുറന്നു നൽകാം, പക്ഷേ അവിടെ ഒരു ചെറിയ നിയന്ത്രണം ഇറാന് വേണം എന്നതാണ് ഇറാൻ ആവശ്യപ്പെടുന്നത്. പക്ഷേ അമേരിക്ക പറയുന്നത് ഹോർമൂസ് കടലിടുക്ക് ഒരു അന്താരാഷ്ട്ര ജലപാതയാണ്, ഒരു കാരണവശാലും അവിടെ ആരുടെയും നിയന്ത്രണങ്ങൾ അനുവദിക്കില്ല. അങ്ങനെ നിയന്ത്രിക്കുകയാണെങ്കിൽ അമേരിക്കയും അവിടെ നിയന്ത്രണത്തിനെത്തും എന്നാണ് അവരുടെ നിലപാട്. ഇത് ഒരു കാരണവശാലും രണ്ട് നിലപാടുകളും രണ്ട് രാജ്യങ്ങളും തമ്മിൽ യോജിച്ചു പോകുന്നതല്ല. മൂന്നാമത്തെ കാര്യം എന്നത് അമേരിക്കയും ഇസ്രായേലും തമ്മിൽ സംയുക്തമായി ഇറാനിൽ നടത്തിയ ആക്രമണം, ആ ആക്രമണത്തിൽ ഇറാന് കനത്ത നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ നാശനഷ്ടത്തിന് കോടിക്കണക്കിന് ഡോളർ നഷ്ടപരിഹാരം നൽകണമെന്ന് ഇറാൻ ആവശ്യപ്പെടുന്നുണ്ട്. എന്നാൽ ആ നഷ്ടപരിഹാരം നൽകാൻ അമേരിക്ക തയ്യാറല്ല. ഈ വിഷയങ്ങൾ തീർച്ചയായും ചർച്ചയിൽ വലിയ പ്രശ്നങ്ങളായി തന്നെ നിൽക്കുകയാണ്. രണ്ട് രാജ്യങ്ങളും തമ്മിൽ ഈ വിഷയങ്ങളിൽ ഏക അഭിപ്രായം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അത് വലിയ പ്രയാസമുള്ള കാര്യമാണ്. മാത്രമല്ല ഈ ചർച്ചയെ അട്ടിമറിക്കാൻ ഇപ്പുറത്ത് ഇസ്രായേൽ ബോധപൂർവം ശ്രമിക്കുന്നുമുണ്ട്. ഈ സമാധാന ഉടമ്പടി ഒപ്പിടുന്നതിന് മുമ്പ് ഇറാൻ അമേരിക്കയോട് ആവശ്യപ്പെട്ട ഒരു കാര്യമുണ്ട്. ആക്രമണം നിർത്തുക എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ മേലുള്ള ആക്രമണം മാത്രം നിർത്തിയാൽ പോരാ, ഈ ഹിസ്ബുള്ളയ്ക്കെതിരെയുള്ള നടത്തുന്ന ആക്രമണവും നിർത്തണം. ലെബനോണിൽ ഒരു കാരണവശാലും ഇസ്രായേലിൻ്റെ ആക്രമണം തുടരാൻ പാടില്ല. ഇതൊക്കെ സമ്മതിച്ചിട്ടാണ് ഇറാൻ ഈ ഒരു സമാധാന ഉടമ്പടിയിൽ ഒപ്പുവച്ചിരിക്കുന്നത്. എന്നാൽ ഇസ്രായേൽ ആക്രമണം നിർത്താൻ ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. അതായത് അമേരിക്കയും ഇറാനും തമ്മിലാണ് ഈ ഉടമ്പടി ഒപ്പുവച്ചിരിക്കുന്നത്, അതിൽ ഞങ്ങൾ ഒപ്പുവച്ചിട്ടില്ല. പിന്നെ എങ്ങനെയാണ് ഞങ്ങളുടെ ഈ ആക്രമണത്തെ തടയാൻ കഴിയുക? ഒരു കാരണവശാലും ഹിസ്ബുള്ളയ്ക്കെതിരായിട്ടുള്ള ആക്രമണം നിർത്തില്ല. അങ്ങനെ നിർത്തിയാൽ അത് ഞങ്ങളുടെ രാജ്യത്തിന് വലിയ ഭീഷണിയാണ്. എപ്പോഴൊക്കെ ഈ പറയുന്ന രാജ്യങ്ങളുടെയൊക്കെ വാക്കുകേട്ട് ഞങ്ങൾ ആക്രമണം നിർത്തിയിട്ടുണ്ടോ അപ്പോഴൊക്കെ ഞങ്ങൾക്ക് നല്ല പണികൾ കിട്ടിയിട്ടുണ്ട്. 2023 ഒക്ടോബർ 7 കിട്ടിയത് അത്തരത്തിലൊരു പണിയാണ്. അതുകൊണ്ട് തന്നെ അതൊരിക്കലും ആവർത്തിക്കാൻ അനുവദിക്കില്ല. ഹിസ്ബുള്ള എവിടെയൊക്കെ തലപൊക്കുന്നുവോ അവിടെയൊക്കെ കനത്ത ആക്രമണം നടത്തിയിരിക്കുമെന്നാണ് ഇസ്രായേൽ പറഞ്ഞു വയ്ക്കുന്നത്. ഇസ്രായേൽ ഈ നിലപാട് തുടർന്നാൽ ഇറാൻ ഈ ചർച്ചകളിൽ നിന്നും പിന്മാറാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ ചർച്ചകളിൽ നിന്ന് പിന്മാറിയില്ലെങ്കിലും ഈ ഹോർമൂസ് കടലിടുക്ക് ഇത് അടച്ചിട്ട് കഴിഞ്ഞു, കപ്പലുകളൊന്നും അതുവഴി ഇനി വരരുത് എന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകിയിരുന്നതാണ്. സത്യത്തിൽ ഹോർമൂസ് കടലിടുക്ക് ഇറാന് അടയ്ക്കാൻ സാധിച്ചിട്ടില്ല. അതുവഴി 55ഓളം കപ്പലുകൾ കടന്നുപോയിട്ടുണ്ട് ഇതുവരെ എന്ന് അമേരിക്ക കണക്കുകൾ സഹിതം പുറത്തുവിടുന്നുണ്ട്. എന്തായാലും ഇറാനും അമേരിക്കയും തമ്മിലുള്ള ചർച്ചകൾ പുരോഗമിക്കുമ്പോൾ ആ ചർച്ചകൾ അത്ര വലിയ ആശ നൽകുന്നതല്ല. പശ്ചിമേഷ്യയിൽ ശാശ്വതമായ സമാധാനം ഇപ്പോഴെങ്ങും ഉണ്ടാകും എന്ന് ഒരു കാരണവശാലും നമ്മൾ തീരുമാനിക്കേണ്ടതില്ല. കാരണം പ്രശ്നങ്ങൾ സങ്കീർണമായ അവസ്ഥയിലേക്ക് പോവുകയാണ്. ഇറാൻ ചർച്ചകളിൽ നിന്ന് പിന്മാറിയാൽ JD വാൻസിൻ്റെ ഈ ദൗത്യം പരാജയപ്പെട്ടാൽ അമേരിക്ക പണപ്പെരിവുമായി ഹോർമൂസിലേക്ക് ഇറങ്ങുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ അതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളത് നിർണായകമാകും.